ഇത് എത്രയോ കോൺഗ്രസ് സ്റ്റേറ്റിൽ PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്ത അത് KC വേണുഗോപാൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി 2020 അവതരിപ്പിച്ചൊരു പോളിസിയാണ്. ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ ആ പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. ഈ ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു ഇഷ്യൂ ആണ്. ഈ വരുന്ന ഇലക്ഷനിൽ കുട്ടികളുടെ പേരൻസ് ചോദിക്കാൻ പോകുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈ പാനിക്. ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്റ്റേറ്റിലും ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്ന ആരാണ്? കോൺഗ്രസും CPM അല്ലേ? ഇവർ രണ്ടാളുടെയും അഴിമതിയും കറപ്ഷനെല്ലാം ആരാണ് ഒരു പാർട്ട്നേഴ്സ്? കർണാടകയിൽ കോൺഗ്രസ് 40 കിലോ സ്വർണം അവർ MLA വീട്ടിൽ നിന്ന് പിടിക്കുന്നു. ഇവിടെ 4.5 kg സ്വർണം, 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നു. നോക്കൂ, ഇതിൽ ഐഡിയോളജിക്കലിയും അവരുടെ കാഴ്ചപ്പാടിലും ഇതിലെല്ലാം ഒരു രാഷ്ട്രീയ ഇരട്ടകളാണ് കോൺഗ്രസും ലെഫ്റ്റും. ഇത് ഇലക്ഷന്റെ മുമ്പിൽ ഈ ഓരോന്നും ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമമല്ലേ? അത് നടക്കില്ല. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കോൺഗ്രസ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് നടക്കില്ല. എന്തിനാണ് ഇങ്ങനെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് അറിയാം. അങ്ങനെ പൊട്ടന്മാരാണെന്ന് കാണേണ്ട ആവശ്യമില്ല, കരുതുന്ന ആവശ്യമില്ല. കോൺഗ്രസും CPM ഐഡിയോളജിക്കൽ ട്വിൻസ് ആണെന്ന് ഇവിടെ ഈ നാട്ടിൽ, ഈ രാജ്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടോ? ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ, CPM എന്താണ് കാഴ്ചപ്പാട്? വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അല്ലേ? ആ ഒരു വശത്ത് അവരുടെ കുടുംബം അഴിമതി, ഇവിടെ എന്താണ് ചെയ്യുന്നത് CPM? ഇതിൽ എന്താണ് വ്യത്യാസം? CPM എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു B ടീമാണ്, ഇന്ത്യ അലയൻസിന്റെ ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായത്? അവർ ഐഡിയോളജിക്കലി ഒരു അലൈൻഡ് കാഴ്ചപ്പാടാണ്, അതുകൊണ്ടല്ലേ. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഐഡിയോളജിയും കാഴ്ചപ്പാടും എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പ്രധാനമന്ത്രി ചെയ്ത 10 കൊല്ലം 15 കൊല്ലം ഞങ്ങൾ ചെയ്ത ഭരണവും ഞങ്ങളുടെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാം. അതിലും CPM എന്തായിരിക്കും ഒരു കൺവെർജൻസ്? അല്ല, ഒന്ന് വിചാരിക്കൂ. ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതൊരു എന്താണ്, കോമഡി ചാനലാണോ? ഇവര് കോമഡി സ്റ്റാർസ് ആണോ? ഇത് എത്രയോ കോൺഗ്രസ് സ്റ്റേറ്റിൽ PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്ത അത് KC വേണുഗോപാൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം ജനങ്ങളെ, ഞാൻ പറയില്ലേ, ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു കാൽക്കുലേഷൻ എന്താണ്? 10 കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് ആ 10 കൊല്ലം ഇലക്ഷന് മുമ്പ് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കുക. അത് ഇതുവരെ നടന്നിട്ടുണ്ടാവും, ഇനി നടക്കില്ല. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി 2020 അവതരിപ്പിച്ചൊരു പോളിസിയാണ്. ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ ആ പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. ഇവിടെ പെറ്റി പോളിറ്റിക്സ് കൊണ്ട് അവർ ചവിട്ടി വെച്ചു. ഇനി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് മനസ്സിലാവുന്നത്? ഈ ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു ഇഷ്യൂ ആണ്. ഈ വരുന്ന ഇലക്ഷനിൽ കുട്ടികളുടെ പേരൻസ് ചോദിക്കാൻ പോകുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈ പാനിക്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റിംഗ് ഇഷ്യൂസ് ആണ്. അപ്പോൾ പെട്ടെന്നൊരു ഒരു എമർജൻസി അപ്രോച്ചാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് KC വേണുഗോപാൽജിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. അവർ പിന്നെ എഡ്യൂക്കേഷൻ അവർക്ക് വലിയ പ്രയോറിറ്റി ഒന്നും അല്ലല്ലോ. അല്ല, അത് ഞാൻ പറയില്ലേ, ന്യായീകരിക്കാൻ ഞാൻ എന്തും പറയാൻ എനിക്ക് കഴിയുമല്ലോ. അതിപ്പോൾ 9 കൊല്ലം ഞാൻ ചെയ്തില്ല, 9ാമത്തെ കൊല്ലം എനിക്കൊരു വളരെ ഒരു ഫ്ലാഷ്, ഒരു ബെലേറ്റഡ് വിസ്ഡം വരുന്നു. അത് അവർ ന്യായീകരിക്കുന്നത് എനിക്ക് കാശ് വേണം, അതുകൊണ്ട് PM ശ്രീ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പക്ഷെ PM ശ്രീ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാത്തത്? നോക്കൂ, ഇതിനെല്ലാം ഒരു ആലിബൈ, ശരി, അത് അവരുടെ അവകാശമാണ് എന്തെങ്കിലും പറയാൻ, ഓക്കെ, പറയട്ടെ. പക്ഷെ നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് ഇതിൽ എന്താണ് സത്യം. നിങ്ങൾ കുറച്ച് പഠിക്കണം. ഇത് എന്തുകൊണ്ട് അവർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തില്ല? എന്താണ് 4 മാസം ഇലക്ഷന് മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഈ 4 മാസം എന്താണ് ചെയ്യാൻ പോകുന്നത്?
1000 കോടി കിട്ടിയെന്ന് വിചാരിക്കൂ, എന്ത് ചെയ്യും? 75% സ്കൂള്, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു 75% ഗവൺമെന്റ് സ്കൂള് അൺസേഫ് ആണെന്ന്. ഞാനല്ല പറഞ്ഞു, ഗവൺമെന്റ്. നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ കോളേജസിൽ 30% സീറ്റ് വേക്കന്റ് ആണെന്ന്. 9 കൊല്ലം ഇതിനൊന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ലേ? പെട്ടെന്നാണോ ഇപ്പോ കാശിന്റെ ഒരു ഓർമ്മ? അല്ല, ഇതെല്ലാം നോക്കൂ, ഞാൻ ഇതിലെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ജനങ്ങൾ വിഡ്ഢിയാണെന്ന് വിചാരിക്കേണ്ട ഒരു രീതി മാറ്റണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആര്? കോൺഗ്രസോടും ലെഫ്റ്റിനോടും. അല്ല, 30% സീറ്റ് വേക്കന്റ് ആണ്. കോളേജസിൽ വയലൻസ് ഉണ്ട്, കോളേജസിൽ ലഹരിയുണ്ട്, കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നു. ഇത് നിങ്ങൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ സക്സസ് ആയിട്ട് കാണുന്നില്ല. പൊതുവിൽ ഞാൻ ഇപ്പോ പറഞ്ഞത്, കഴിഞ്ഞ 10 കൊല്ലം ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്തു? 1960 എന്ത് നടന്നു അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോ 2016 മുതൽ 2026 വരെ അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അത് ശിവൻകുട്ടിയല്ലേ പറഞ്ഞത്, മന്ത്രി ശിവൻകുട്ടിയല്ലേ പറഞ്ഞത് 75% സ്കൂൾ അൺസേഫ് ആണെന്ന്. എന്താണ് അതില് നിങ്ങൾക്കൊരു പ്രോബ്ലം കാണുന്നില്ല? എനിക്ക് കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിലൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ആയിട്ട് കണ്ടാൽ മതി. ഞാൻ കൃത്യമായി പറയട്ടെ, ഞാൻ വികസനത്തിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ച്, വിലക്കയറ്റത്തിനെ കുറിച്ച്, തൊഴിലില്ലായ്മയെ കുറിച്ച് ഏത് സമയം എവിടെ വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിന്റെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് അങ്ങനെ ആരും എന്നെ ഇൻവൈറ്റും ചെയ്തിട്ടില്ല, BJP ഇൻവൈറ്റും ചെയ്തിട്ടില്ല ഡിബേറ്റിന്. ഇന്നലെ ഞങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഞങ്ങളൊരു നിവേദനം കൊടുത്തു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു, ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ രാഷ്ട്രപതിയും ഇതന്നെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര സ്വർണവും ഇതെല്ലാം ഉള്ള ഒരു അമ്പലം, റൂൾസ് എല്ലാം ഉള്ള ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് ഈ സ്വർണം കൊള്ളാവുന്നത്? ഇതൊരു കറക്റ്റ് നല്ലൊരു പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത് എന്താണ്, ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഇത് സെൻട്രൽ ഏജൻസി നടത്തണം. കേരള പോലീസിന് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് ജഡ്ജും ജൂരിയും ക്രിമിനലിനെ ഒരാളാക്കി മാറ്റുന്ന ഒരു കാര്യമായിരിക്കും. കേരള പോലീസ് അല്ലേ അവിടെ സെക്യൂരിറ്റി ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡല്ലേ അതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്, ദേവസ്വം മന്ത്രിയല്ലേ അതിന്റെ ചുമതല എടുക്കേണ്ടത്. അപ്പൊ ഇവരോട് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നും നടന്നില്ല എന്ന് പറയും. എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? വീഴ്ചയാണെന്ന്. 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇത് വീഴ്ചയാണെന്ന്. ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാ പറഞ്ഞത്? പോലീസിനല്ലേ, ജുഡീഷ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയല്ലേ. വീഴ്ചയാണോ? 4.5 kg സ്വർണം, 4.5 കിലോ സ്വർണം ഒരു അമ്പലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാൽ അത് വീഴ്ചയാണോ? ഇത് ഏത് മലയാളിയാണ് ഈ നാട്ടിൽ പറയാൻ പോകുന്നത് തയ്യാറാണ് ഇത് വീഴ്ചയാണെന്ന്? വീഴ്ചയല്ല, ഇത് കൊലയാണ്, ക്രൈമാണ്. അതുകൊണ്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് അല്ല, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഏജൻസിയാണ്. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡ് മൊത്തം, ഗുരുവായൂര്, ശബരിമല, എല്ലാ അമ്പലത്തിന്റെ ഇൻവെന്ററിയും ഓഡിറ്റും എത്ര കൊല്ലമായിട്ട് നടന്നിട്ടില്ല. എന്ത് കാരണം? എന്തായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ചെയ്യുന്നത്? എന്തായിരുന്നു ദേവസ്വം ബോർഡ് ചെയർമാൻ ചെയ്യുന്നത്? ഇതെല്ലാം ചോദിക്കണ്ടേ? ഇത് ചോദിക്കാൻ നമ്മുടെ അവകാശമില്ലേ? ഒരു സാധാരണക്കാരന് അവകാശമില്ലേ? എന്നിട്ട് ഇത് പറയുമ്പോൾ ഇത് വീഴ്ചയാണ്, വർഗീയവാദിയാണ്, ശബരിമല പോയാൽ ഞാൻ ഞാൻ നമസ്കരിക്കില്ല, ഇതാണോ പറയേണ്ടത്? അല്ല, എൻ്റെ ഇത് ഫേവറേറ്റ് ഡയലോഗ് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാ. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം അല്ലേ? നോക്കി, ഞാനാണ് ആദ്യം ഇത് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആര് ഫോളോ ചെയ്തു അതെല്ലാം വിടും. ഇത് ഞങ്ങളൊരു റേസായിട്ട് കാണുന്നില്ല, ഒരു പൊളിറ്റിക്കൽ വൺ മാൻ അപ്ഷിപ്പ് ആയിട്ട് കാണുന്നില്ല. ഞങ്ങൾ ഇതൊരു അവസരവാദ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് ഇത് വിശ്വാസത്തിന്റെ ഒരു ഇഷ്യൂ ആണ്, ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഇഷ്യൂ ആണ്, വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിലെന്ത് റേസ്? ഇത് 100 മീറ്റർ റേസ് ആണോ?
റേസ് അവരാദ്യം ചെയ്തു, ഞങ്ങൾ രണ്ടാമത് ചെയ്തോട്ടെ. അയ്യപ്പൻ സംഗമം സർക്കാരല്ല ആദ്യം നടത്തിയത്. അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടിയോ? ജനങ്ങൾ ഇവിടെ നോക്കൂ, വിശ്വാസം എന്ന് പറഞ്ഞാൽ, ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഏത് ഗിമ്മിക്കും ഏത് നാടകം നടത്തിയാലും അതൊന്നും നടക്കാൻ പോകുന്ന ആ കാലം കഴിഞ്ഞു. അത് KC വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പിണറായി വിജയനോ ഏത് ഇവിടുത്തെ നേതാവായിട്ട് ഇവിടെ നാടകം ചെയ്യാൻ നോക്കിയാൽ അതിനെ ജനങ്ങൾ മാറ്റിവെക്കും എന്ന്